നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വരികയാണ്. പലപ്പോഴും സിനിമകളെക്കുറിച്ചും മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും ഇത് വളരെ വ്യത്യസ്തമായിട്ടൊരു സംഗതിയാണ്. കാരണം നമ്മുടെ നാട്ടിലൊരു ന്യൂസ് ചാനലിനെ കുറിച്ചാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ന്യൂസ് ചാനലിൽ ഇങ്ങനൊരു സംഭവം വരും. മറ്റ് ചാനലുകൾ വേറൊരു ചാനലുമില്ല, റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒരുപക്ഷെ. RMS ടൈറ്റാനിക് 1912 ഇംഗ്ലണ്ടിലെ സബ്തട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് പുറപ്പെടുകയും യാത്രാമധ്യേ മഞ്ഞുമലയുമായി കൂട്ടിയിടിക്കുകയും ദൈവത്തിന് പോലും തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ടൈറ്റാനിക് കപ്പൽ ആ മഞ്ഞുപാളിയിലിടിച്ച് തണുത്തുറഞ്ഞ മനുഷ്യരോടൊപ്പം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് താഴ്ന്നു പോവുകയാണ് ഈ ചരിത്ര സംഭവത്തെ. നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, സ്വാഗതം അറ്റ്ലാന്റിക്കിന്റെ വിശാലതയിലേക്ക്, കടലാഴങ്ങളിലേക്ക്. റിപ്പോർട്ടറിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി ടീം സാങ്കേതിക മികവിൽ പണിതെടുത്ത സബ്മേഴ്സിബിളാണ് എന്റെ യാത്ര. ഈ മഹാസമുദ്രത്തിന്റെ 12,500 അടി താഴ്ചയിലേക്ക്. ഒരു മഹാദുരന്തത്തിന്റെ അവശേഷിപ്പ് അവിടെ കാത്തിരിപ്പുണ്ട്. ടൈറ്റാനിക്കിന്റെ ഡോക്ടർ അരുൺകുമാറാണ് ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത്. ടൈറ്റാനിക് കപ്പലിൻ്റെ ചരിത്രം പറയുന്നൊരു പ്രോഗ്രാമായിരുന്നത്. റിപ്പോർട്ടർ ചാനൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ബോയിലർ റൂമുകളിൽ നിന്ന് നീരാവി എഞ്ചിനുകളിലേക്ക് എത്തിക്കുന്നത്. നമുക്കിനി എഞ്ചിൻ റൂമിലേക്കൊന്ന് പോകാം. കാരണം എങ്ങനെ ഒരു ഗ്രാഫിക്സ് വർക്ക് ഉപയോഗിച്ച് ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രത്തോട് കിടപിടിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനലിലെ വർക്ക് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അതിൻ്റെ ഗ്രാഫിക്സ് വർക്കുകളാണ്. അതും നൽകിയതാവട്ടെ വെളുത്ത നിറത്തിലുള്ള ഡിസ്ട്രസ് സിഗ്നൽ. സാധാരണ ഈ സാഹചര്യങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള ഡിസ്ട്രസ് സിഗ്നലാണ് ഉണ്ടാവുക. ആകാശത്തേക്കുയർന്ന റോക്കറ്റുകൾ കണ്ട് SS കാലിഫോർണിയയിലെ ജീവനക്കാർ ക്യാപ്റ്റൻ സ്റ്റാൻലി ലോഡിനെ വിവരം അറിയിച്ചു. ആ ഷിപ്പ് കാണിക്കുന്നതും ഷിപ്പിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും അതിന് ഡോക്ടർ അരുൺകുമാർ യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് 1912 അല്ലെങ്കിൽ ആ കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂംസ് വരെ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഗ്രാഫിക്സ് വർക്ക് പോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളതെന്നും നമ്മൾ ആ പ്രോഗ്രാം യൂട്യൂബിൽ കിടക്കുന്നത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിമനോഹരമായിട്ടാണ് അതിൻ്റെ മ്യൂസിക് വായിച്ചിട്ടുള്ളത്. ഈ പ്രതിഭകൾ ആരാണെന്ന് എനിക്കറിയില്ല. ആ ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ടുള്ളതും അതിനുവേണ്ടി മ്യൂസിക് ചെയ്തിട്ടുള്ളതും ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ എന്തായാലും അതിഗംഭീര പ്രതിഭകളാണ്. നമ്മുടെ സിനിമയ്ക്ക് അവരെ വളരെയധികം ആവശ്യമുള്ളവരാണ്. റിപ്പോർട്ടർ ചാനൽ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ മെയിൻ സ്ട്രീമിൽ നിലനിൽക്കുന്ന സിനിമ ടെക്നീഷ്യൻസ് മാത്രമല്ല, അല്ലാതെയും ഈ പറഞ്ഞ പോലെ വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള വ്യക്തിത്വങ്ങളും ടെക്നീഷ്യൻസും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിന് വലിയൊരു തെളിവാണ് ആ പ്രോഗ്രാം. ഏതാണ്ട് അരമണിക്കൂറിനടുത്തുള്ള പ്രോഗ്രാമിൽ ചെയ്തിട്ടുള്ളത്. അതിലൊരു മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ടൈറ്റാനിക്കിൻ്റെ വിഷ്വൽസ് എവിടെ പ്രദർശിപ്പിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ജെയിംസ് കാമറോണിൻ്റെ 1997 ഇറങ്ങിയിട്ടുള്ള ടൈറ്റാനിക്കിലെ ആ മ്യൂസിക് ഉണ്ടല്ലോ, വിശ്വവിഖ്യാതമായിട്ടുള്ള ആ മ്യൂസിക് എവിടെയും ആഡ് ചെയ്തിട്ടാണ് ടൈറ്റാനിക്കിനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏതോ ഒരു സ്ഥലത്ത് ആ മ്യൂസിക് ടോട്ടലി വേറൊരു രീതിയിൽ വായിച്ചിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഹോളിവുഡ് ലെവലിലുള്ള സംഭവമാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിരിക്കണം ഈ പ്രോഗ്രാം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളത് കണ്ടിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അവർക്ക് നാളെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ, നമ്മളുടെ രാജ്യത്തിന് അഭിമാനമായ രീതിയിൽ ഒരു സിനിമ ഈ
ഈ വർക്ക് ചെയ്തിട്ടുള്ളവർ ആരാണെന്ന് അവരുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഡോക്ടർ അരുൺകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി അതിഗംഭീരമായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് വല്ലാത്തൊരു മൂഡിലേക്ക് പോകുന്നുണ്ട്. അക്കാര്യത്തിൽ ആ പ്രോഗ്രാം വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. അത് കണ്ടു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും, ആ ഒരു മൂഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സാധാരണ ഒരു TV പ്രോഗ്രാം അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രോഗ്രാം എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ കണ്ടിരിക്കാം. ചിലപ്പോൾ നമ്മൾക്ക് പറഞ്ഞതുപോലെ അതിലെ ചില ഘടകങ്ങൾ നമ്മളെ സ്വാധീനിക്കാം. എങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാം, ഈ ടൈറ്റാനിക് ഷിപ്പിനെ കുറിച്ചുള്ള ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടർ ചാനലിൽ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടിരിക്കണം. യൂട്യൂബിൽ റിപ്പോർട്ടർ ചാനൽ ടൈറ്റാനിക് പ്രോഗ്രാം എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്താൽ വരും, നമുക്ക് അത് കാണാൻ പറ്റും. നമ്മൾ ടൈറ്റാനിക്കിനെ കുറിച്ച് പല ചാനലുകളിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇംഗ്ലീഷ് ചാനലുകളിലും ന്യൂസ് ചാനലുകളിലും എല്ലാം ഇത് കണ്ടിട്ടുണ്ട്, യൂട്യൂബിലും എല്ലാം കിടക്കുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്ര മനോഹരമായി ടൈറ്റാനിക്കിനെ കുറിച്ച് അതിൻ്റെ അവതരണവും ഹിസ്റ്ററിയെക്കുറിച്ചും ടൈറ്റാനിക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് ടൈറ്റാനിക്കിൻ്റെ ഓരോ ഫ്ലോറുകളെക്കുറിച്ചും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതും അതിഗംഭീരമായ ഗ്രാഫിക്സ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അത്ര മനോഹരമായ ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന രീതിയിൽ നമുക്ക് അത്രയും ഇമോഷണലി നമ്മളെ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രോഗ്രാം ഡോക്ടർ അരുൺകുമാർ അവതരിപ്പിക്കുന്നതും അതിനോടൊപ്പം അതിൽ ടെക്നിക്കലി വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ മാജിക് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് മ്യൂസിക് നമ്മൾ പിടിച്ചിരുത്തുന്ന തരത്തിൽ അതിഗംഭീരമായിട്ടാണ് അതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ടെക്നീഷ്യൻസ് ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അധികം വൈകാതെ റിപ്പോർട്ടർ ചാനൽ തന്നെ അവരാരൊക്കെയാണെന്ന്, ആ പ്രഗത്ഭരായിട്ടുള്ള ആ വ്യക്തികൾ ആരൊക്കെയാണെന്ന് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളാരും മിസ് ചെയ്തിരിക്കാൻ, നിങ്ങൾ ഒരിക്കൽ പോലും കാണാതിരിക്കരുത്. കാണേണ്ട ഒന്നായതുകൊണ്ട് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ടതാണ്. എല്ലാവർക്കും നന്ദി.